സെർച്ച് ആൻഡ് റെസ്ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മറ്റേ ഭൂമി കുലുക്കം അങ്ങനെയുള്ളത് സംഭവങ്ങൾ നടന്നാൽ ഒരു പ്രളയം നടന്ന് അപ്പോൾ ആളുകളെ കാണാനില്ല, ജീവനോടുള്ള ആളുകളെ പിടിക്കുന്നതാണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ. ട്രാക്കർ ഡോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കള്ളനെ പിടിക്കാം. കേസ് തെളിയിക്കുന്ന നായകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, പല സിനിമകളിലും നമ്മളത് കണ്ടിട്ടുണ്ട്. പല കുറ്റകൃത്യങ്ങൾ നടന്നാൽ അവിടെ ഡോഗ് സ്ക്വാഡ് എത്തി അതിൻ്റെ നിജസ്ഥിതികൾ തിരയുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരം നായക്കൂട്ടങ്ങളിലേക്കാണ് നമ്മൾ എത്തുന്നത്. K9 സ്ക്വാഡ്, പോലീസിൻ്റെ അഭിമാനമായ ആ സ്ക്വാഡിനെ കുറിച്ചാണ് നമുക്കിന്ന് പറയാനുള്ളത്. ഇത്തരം നായകളുടെ ട്രെയിനിങ് ഒക്കെ എങ്ങനെയാണ്? ട്രെയിനിങ് ഇതിനെ ഒരു 1.5-3 മാസം കൂടുമ്പോൾ ചെറുതാകുമ്പോഴാണ് നമ്മൾ കൊണ്ടുവരുന്നത് സ്ക്വാഡിലേക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡോഗിനെ ഡോക്ടർ നോക്കി പരിശോധിച്ച് അതിന് ഫിറ്റാണെന്ന് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ സ്ക്വാഡിലേക്ക് എടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ തൃശ്ശൂർ കേരള പോലീസ് അക്കാദമിയിൽ വെച്ചിട്ട് ആണ് 9 മാസത്തെ ട്രെയിനിങ്ങിലാണ് ഇവരെ പഠിപ്പിച്ചെടുക്കുന്നത്. 3 മാസം മുതൽ 9 മാസം വരെ അവരെ പഠിപ്പിച്ചിട്ടാണ് ഇവരെ ഈ ഡ്യൂട്ടിയിലേക്ക് എടുക്കുന്നത്. ഇത്രയും ഒരു ലോങ് പ്രോസസ്സാണ്. അത് ഡെയിലി 2 നേരം, രാവിലെയും വൈകുന്നേരം, 2 മണിക്കൂർ രാവിലെ 2 മണിക്കൂർ വൈകുന്നേരം, അത്രയും ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഡോഗിനെ ഈ രീതിയിൽ ആക്കിയെടുക്കുന്നത്. പലപ്പോഴും സംശയം ഉണ്ടാക്കുന്നതാണ് സ്നിഫർ ഡോഗ്, ട്രക്കർ, അത് എങ്ങനെയാണ് വേർതിരിച്ചെടുക്കുന്നത്? കേരള പോലീസിൽ 5 വിഭാഗത്തിലുള്ള ഡോഗുകളുണ്ട്. ട്രാക്കർ ഡോഗ് ഉണ്ട്, സ്നിഫർ ഡോഗ് തന്നെ എക്സ്പ്ലോസീവ്, നാർക്കോട്ടിക് ഈ ഡോഗുണ്ട്, പിന്നെ കടാവർ ഡോഗുണ്ട്, സെർച്ച് ആൻഡ് റെസ്ക്യൂ ഉണ്ട്. ട്രാക്കർ ഡോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കള്ളനെ പിടിക്കാം. അതായത് ക്രൈമുകൾ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ കള്ളൻ പോയ റൂട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു ട്രാക്കർ ഡോഗിൻ്റെ കടമ. സ്നിഫർ എക്സ്പ്ലോസീവ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോസീവ് ബോംബുകൾ പിടിക്കുക, VIP വന്നാലും ചെക്ക് ചെയ്യുക, അവിടെ എന്താ എക്സ്പ്ലോസീവ് ആ പരിസരത്തോ അവർ താമസിക്കുന്ന സ്ഥലത്തോ എന്തെങ്കിലും വാഹനത്തിലോ എന്തെങ്കിലും എക്സ്പ്ലോസീവ് ഐറ്റംസ് ഉണ്ടെങ്കിൽ നമ്മളതിനെ ഡിറ്റക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നാർക്കോട്ടിക് എന്ന് പറഞ്ഞാൽ കഞ്ചാവ്, MDMA ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിടിക്കുക എന്നുള്ളതാണ് സ്നിഫർ, നാർക്കോട്ടിക് സ്നിഫറിൻ്റെ കടമ. സെർച്ച് ആൻഡ് റെസ്ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മറ്റേ ഭൂമി കുലുക്കം അങ്ങനെയുള്ളത് സംഭവങ്ങൾ നടന്നാൽ ഒരു പ്രളയം നടന്ന് അപ്പോൾ ആളുകളെ കാണാനില്ല, ജീവനോടുള്ള ആളുകളെ പിടിക്കുന്നതാണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ. അപകടങ്ങൾ ഇതേപോലത്തെ കലാമിറ്റീസ് ഒക്കെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞ് ശവശരീരങ്ങൾ കണ്ടുപിടിക്കുന്നതാണ് കടാവർ ഡോഗ്. ഇത്തരം നായകൾ ഏതെങ്കിലും സമയത്ത് അക്രമാസക്തരാവാറുണ്ടോ? അക്രമാസക്തരില്ല, ഇവരും നമ്മൾ കമാൻഡിനനുസരിച്ച് അവർക്ക് പ്രവൃത്തിയുള്ളൂ. അവർ നമ്മളെന്താണോ കമാൻഡ് ചെയ്യുന്നത് അത് മാത്രമേ അവർ ചെയ്യുള്ളൂ. നമ്മൾ അവരെ സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ, സ്മെല്ല് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ സ്മെല്ല് മാത്രം എടുത്തിട്ടേ പോകുള്ളൂ. അതായത് ഏൽപ്പിക്കുന്ന ഡ്യൂട്ടി മാത്രമേ ചെയ്യുള്ളൂ. അവർ കടിക്കൂല, കുറയ്ക്കൂല. നമ്മൾ പറഞ്ഞാലുള്ളൂ. ഇത് സ്പീക്ക് ചെയ്യുന്ന കാണാൻ വേണമെങ്കിൽ കടിച്ചിരും, പറഞ്ഞാലേ ചെയ്യുള്ളൂ. മറ്റാരെങ്കിലും ഭക്ഷണം കൊടുത്താൽ ഇത് കഴിക്കില്ല. അവരെ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുള്ളൂ. അത് 2 നേരം ഭക്ഷണം, ഡ്രൈ ഫുഡാണ് കൊടുക്കുക അവർക്ക്. അത് രാവിലെ 9 മണിക്കും വൈകുന്നേരം 5 മണിക്കാണ്. ആ 2 നേരം ഭക്ഷണം കഴിക്കുള്ളൂ. അവർ അപ്പോഴേ കൊടുക്കുള്ളൂ. അവർ ഈ നായകളെ സംബന്ധിച്ച് വളരെ രസകരമാണ്. കാരണം ആളുകൾക്കൊക്കെ കൗതുകമുള്ളതാണ്. അതോടൊപ്പം തന്നെ K9 സ്ക്വാഡിലെ നായകളെയാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. ഏതായാലും ഇതിനെ കാണാനും നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.